ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്ന് നമ്മൾ കണ്ടിരുന്നു US ഇറാനെ നേരിട്ട് ആക്രമിച്ചു. അതിൻ്റെ ഭാഗമെന്നോണം ബ്രന്റ് ഓയിൽ ചെറിയ രീതിയിലൊരു സ്പൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ തീവ്രമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി ആസ് ഓഫ് നൗ ഇല്ല. ഒരു ഒരു 80 പോയിൻ്റൊക്കെ നിയർലി 80 പോയിൻ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഉള്ളത്. US നേരിട്ട് ഇടപെട്ട ഇത് ഭീകര ഒരു നെഗറ്റീവ് ആയി ഇതുവരെ മാറിയിട്ടില്ല. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് കാണാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണുന്നത് ഡോ ഫ്യൂച്ചർ ഇപ്പോൾ 178 പോയിൻറ്റിൻ്റെ ഒരു ഇടിവാണ്. ജപ്പാനും കൊറിയയും ചൈനയും ഓസ്ട്രേലിയയും എല്ലാം തന്നെ ഇടിവിലാണ്. തീവ്രമായിട്ടുള്ള ഇടിവില്ല എന്ന് പറഞ്ഞത് ഒരു 800 പോയിൻറ്റിൻ്റെയോ 600 പോയിൻറ്റിൻ്റെയോ ഒന്നും തന്നെ ഗ്യാപ്പ് ഡൗൺ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല, അല്ലെങ്കിൽ ഗ്ലോബലിയും ഇല്ല. എല്ലാം നെഗറ്റീവാണ്, എന്നാൽ ഭീകര തീവ്രതയില്ല. വലിയ തീവ്രത കണ്ടിരുന്നത് ബിറ്റ് കോയിനിലായിരുന്നു. ബിറ്റ് കോയിൻ കാണാം 1,00,000 താഴെ പോയിരുന്നു. അതായത് 1,09,000 ട്രേഡ് ചെയ്ത ബിറ്റ് കോയിൻ 9,000 പോയിൻ്റ് അഥവാ 5% ഇന്നലെ ഒരു ഓവർനൈറ്റ് കൊണ്ട് ബിറ്റ് കോയിൻ ഇടിവ് രേഖപ്പെടുത്തി. അതുപോലെ ബ്രന്റ് ഓയിൽ 77 സ്പൈക്ക് ചെയ്തു. ഇതാണ് വലിയൊരു മാറ്റങ്ങൾ കണ്ടത്. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ADRൽ 4% കാണാം ഇൻഫോസിസ് ഇടിവ് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇനി ഇതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് 25,111 ഇപ്പോൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ സ്പോട്ട് ഉള്ളത്. അപ്പോൾ PCR 1.1 എന്ന നിലയിലാണ് PCR സ്റ്റിൽ നിൽക്കുന്നത്. അതായത് അൾട്രാ ബീറിഷ് ആയിട്ടല്ല ഓപ്ഷൻ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ എല്ലാം റാഡിക്കോ കൈത്താൻ പുതിയ വോഡ്ക അവർ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. TCS യൂറോപ്പിൽ പുതിയ ഹബ്ബ് അവർ ഓപ്പണാക്കി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഗ്രാനൽസ് ഇന്ത്യ ഇവരുടെ പ്ലാന്റിൽ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി. ഇൻസ്പെക്ഷൻ കംപ്ലീറ്റായി. രാജശ്രീ പോളി പാക്ക് കമ്പനി ഒഡീഷയിലെ അവരുടെ പുതിയ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ആരംഭിച്ചു. HJ ഇൻഫ്ര കമ്പനി പുതിയ ഓർഡർ PFCയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. BL കമ്പനിക്കും പുതിയൊരു ഓർഡർ ലഭിച്ചു. വാരിയർ റിന്യൂവബിൾ കമ്പനിക്ക് 247 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ആയുഷ് വെൽനസ് കമ്പനി അവർ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ഒരു ബിസിനസ്സിലേക്ക് അവർ കടന്നു വരുന്നു. ബജൽ പ്രൊഡക്റ്റ് കമ്പനി പവർ ഗ്രിഡിൽ നിന്ന് ഓർഡർ ലഭിച്ചു. ബ്രിഗേഡ് കമ്പനി പുതിയ പ്രൊജക്റ്റ് ചെന്നൈയിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. ഗ്ലോബലിയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. US ഇറാനെ നേരിട്ട് ആക്രമിച്ചു. അതിൻ്റെ ഭാഗം എന്നോണം വലിയൊരു മാറ്റം കണ്ടത് ബിറ്റ് കോയിനിലാണ്. ബിറ്റ് കോയിൻ 6,000 പോയിൻ്റ് ഇടിഞ്ഞു. ബ്രന്റ് ഓയിലും സ്പൈക്ക് ചെയ്തു. എല്ലാ യൂറോപ്യൻ മാർക്കറ്റുകളും US ഫ്യൂച്ചറും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ആസ് ഓഫ് നൗ ഒരു 100 പോയിൻറ്റിൻ്റെ അടുത്ത് ഗ്യാപ്പ് ഡൗൺ ആണ് ഉള്ളത്. വളരെ കോഷ്യസ് ആയിട്ട് തന്നെ നിലകൊള്ളാൻ ശ്രമിക്കുക ഇന്ന് മാർക്കറ്റിൽ. താങ്ക് യു ആൾ.